ഹായ് ഓൾ, നമ്മൾ ലീനിയർ ഓൾജിബ്രയിലെ വെക്റ്റർ സ്പേസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്രയിലെ ഒരു ബേസിക് കൺസെപ്റ്റ് ആണെന്ന് പറയാം. ഇപ്പോൾ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും പിന്നെ അതിനോട് റിലേറ്റ് ചെയ്ത കുറച്ച് തിയറംസ്, പിന്നെ ബേസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വെക്റ്റർ സ്പേസിൻ്റെ ഡെഫിനേഷൻ ഒരു ലെങ്തി ആയിട്ടുള്ള ഡെഫിനേഷനാണ്. അപ്പോൾ ഞാനിതൊന്ന് വായിക്കും, അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. Vector space definition: a vector space or linear space consists of the following. First one, a field f of scalars. Second one, a set V of objects called vectors. Third one, a rule or operation called vector addition, which associates with each pair of vectors u and v in V a vector u plus v in V called the sum u and v in such a way that sum satisfies the following properties. First one, addition is commutative, that is u plus v equal to v plus u for all u v belongs to V. Second one, addition is associative, that is u plus v plus w equal to u plus v plus w for every u v w belongs to w. There is an element called zero element denoted by 0 in V such that u plus 0 equal to u equal to 0 plus u for every u belongs to V. This property is existence of identity. Fourth property, for each u belongs to V, there exists a minus u belongs to V called inverse of u such that minus u plus u equal to 0 equal to u plus minus u. That is existence of inverse. And fourth one, a rule or operation called scalar multiplication which associates with each scalar alpha in F and a vector u in V a vector alpha u in V called product of alpha and u in such a way that S1 alpha into u plus v equal to alpha u plus alpha v for every u v belongs to V and alpha belongs to F, and S2 alpha plus beta into u equal to alpha u plus beta u for every u belongs to V and alpha beta belongs to F, and S3 alpha into beta u equal to alpha beta into u equal to beta into alpha u for every u belongs to V, alpha beta belongs to F. Fourth one, 1 u equal to u for every u belongs to V, where 1 is the multiplicative identity of the field F. Then V is called the vector space of the field F. ഇത്രയും വലിയ ഡെഫിനേഷൻ ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇതൊരു സിമ്പിൾ കാര്യമാണ് പറയുന്നത്. അപ്പം ഒന്നുമില്ല, നമുക്കിത് എന്താണെന്നൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ആ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 4 കാര്യങ്ങളാണ് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് വേണ്ടത് വി എന്ന് പറയുന്ന ഒരു സെറ്റ് വേണം. സെറ്റ് വി, അതിലെ എലമെൻസിനെ നമ്മൾ വി എന്ന് ഡിനോട്ട് ചെയ്യുന്നു, സ്മോൾ വി ബിലോങ്സ് ടു വി. ഈ വിയിലെ എലമെൻസിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്ടേഴ്സ്. ഓക്കെ, ഇപ്പോൾ വെക്ടേഴ്സിൻ്റെ ഒരു സെറ്റ് വേണം, അതായത് ഒരു സെറ്റ് വി വേണം, അതിൽ ഉള്ള എലമെൻസിനെ നമ്മൾ പറയുന്നതാണ് വെക്ടേഴ്സ്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫീൽഡ് നമുക്ക് വേണം, സ്കെലാസിൻ്റെ ഫീൽഡ്. അതായത് ഇതിലെ എലമെൻസിന് നമ്മൾ പറയുന്നതാണ് സ്കെലാസ്. ദറ്റ് ഈസ് നമ്മൾ ആൽഫ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ദറ്റ് ഈസ് ആൽഫ ബിലോങ്സ് ടു എഫ് എന്ന് എടുക്കുന്നു, ആൽഫ ബിലോങ്സ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ എഫിലെ എലമെൻസിനെ നമ്മൾ പറയുന്നതാണ് സ്കെലാസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് പറയാമെന്ന്. ഇനി എന്താണ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എ റിംഗ് സ്ട്രക്ചറാണ്. അതിനെന്താവും, എല്ലാ നോൺ സീറോ എലമെൻസിനും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും, അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പർ ഒരു ഫീൽഡാണ്, കോംപ്ലക്സ് നമ്പർ ഒരു ഫീൽഡാണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഒരു ഫീൽഡാണ്, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു ഫീൽഡാണ്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഈ സെക്ഷനിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 ഫീൽഡ്സേ ഉള്ളൂ. ഒന്നുകിൽ അത് ആർ അല്ലെങ്കിൽ സി. ഈ 2 ഫീൽഡ് വെച്ചിട്ടാണ് നമ്മളുടെ വെക്ടർ സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പഠിക്കുന്നില്ല. ഓക്കെ, ഈ 2 കാര്യങ്ങൾ നമുക്ക് എസെൻഷ്യലാണ് ഒരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെക്ടർ അഡിഷൻ. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എ റൂൾ ഓർ ആൻ ഓപ്പറേഷൻ കോൾഡ് വെക്ടർ അഡിഷൻ
which associate with each pair of vectors u and v in V a vector u plus v in V called the sum of u and v in such a way that എന്നൊക്കെ പറഞ്ഞ 4 പ്രോപ്പർട്ടീസ് നമ്മൾ മുമ്പ് ഡിഫൈൻ ചെയ്തില്ലേ, തൊട്ട് മുമ്പുള്ള ഡെഫിനേഷനിൽ പറഞ്ഞില്ലേ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനും കൂടെ വേണം. ആ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് വെക്ടറിലെ വെക്ടേഴ്സ് 2 വെക്ടേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് വെക്ടറും അതിൻ്റെ സമ്മും ഒരു വെക്ടർ തന്നെ ആയിരിക്കില്ലേ. അതായത് യു വി എന്ന് പറയുന്ന 2 എലമെൻറ്റ് വിയിലെടുത്തു, നമ്മൾ അതിൻ്റെ അഡീഷൻ പെർഫോം ചെയ്തു. യു പ്ലസ് വി എന്ന് പറയുന്നതും വെക്ടറിൽ തന്നെ കിട്ടും. ഈ ഒരു വെക്ടർ അഡീഷൻ നമുക്ക് ഈ 4 പ്രോപ്പർട്ടീസ്, നമുക്ക് തന്നിരിക്കുന്ന 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. അതായത് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തത് അഡീഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. മൂന്നാമത്തത് അഡീഷനിൽ സീറോ എലമെൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. അതായത് 0 + u = u, അതായത് എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് അല്ലേ. ഈ 4 പ്രോപ്പർട്ടിയും കൂടിയെന്നതിനെ നിങ്ങൾക്കൊരു പേര് പറയാലോ. എന്താ അത്? ഇറ്റ്സ് എ ഗ്രൂപ്പ്, അബേലിയൻ ഗ്രൂപ്പ് അല്ലേ. അപ്പം നമുക്ക് പറയാം വെക്ടേഴ്സിൻ്റെ സെറ്റും അഡീഷനും എന്നുള്ള ഈ ഓൾജിബ്രായിക് സ്ട്രക്ചർ എന്തായിരിക്കണം? ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, വെക്ടേഴ്സ് വിത്ത് അഡീഷൻ ഈസ് ആൻ സെറ്റ് ഓഫ് ഓൾ വി വിത്ത് അഡീഷൻ ഈസ് എ ഗ്രൂപ്പ്. ഒരു കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കണം. ഗ്രൂപ്പ് മാത്രമായാൽ പോരാ, നമുക്കിതിനെ സ്പെസിഫിക് ആയിട്ട് പറയാം, കമ്മ്യൂട്ടേറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. ഇനി നാലാമത്തത് എന്താ പറഞ്ഞത്? ഒരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനും കൂടെ വേണം. ഓക്കെ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു എഫ് ക്രോസ് വി ടു എഫ് വി, എഫ് അല്ല. അതായത് നമ്മളൊരു സ്കെലാറും ഒരു വെക്ടറും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയാണ് ഉണ്ടാവുക? റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത് വെക്ടർ ആയിരിക്കും അല്ലേ. ആൽഫ ഇൻറ്റു വി ഈക്വൽ ടു ആൽഫ. ആൽഫ ഇൻറ്റു വി ഈക്വൽ ടു ആൽഫ വിച്ച് ബിലോങ്സ് ടു വി. അപ്പോൾ ഈ ഒരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ സെർട്ടൈൻ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. ആ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ആൽഫ ഇൻറ്റു യു പ്ലസ് വി ഈക്വൽ ടു ആൽഫ യു പ്ലസ് ആൽഫ വി. അതായത് 2 വെക്ടേഴ്സ് എടുത്ത് സം ചെയ്ത് സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താലും നമുക്ക് സെയിം ആയിട്ട് കിട്ടണം. രണ്ടാമത്തത് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു യു ഈക്വൽ ടു ആൽഫ യു പ്ലസ് ബീറ്റ യു. അതായത് സ്കെലാർ എടുത്ത് ആഡ് ചെയ്തിട്ട് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സ്കെലാർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ കിട്ടുന്ന വെക്ടേഴ്സ് ആഡ് ചെയ്താലും നമുക്ക് സെയിം തന്നെ കിട്ടണം. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് ആൽഫ ഇൻറ്റു ബീറ്റ യു ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു യു ഈക്വൽ ടു ബീറ്റ ആൽഫ ഇൻറ്റു യു. അതായത് അതായത് ഒരു സ്കെലാറിനെ, ഒരു വെക്ടറിനെ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഗെയിൻ ഒരു സ്കെലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആ സ്കെലാർസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും സ്കെലാർ കമ്മ്യൂട്ട് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്യുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? 1u ഈക്വൽ ടു യു ഫോർ ഓൾ യു ബിലോങ്സ് ടു വി, where 1 is the multiplicative identity. അതായത് നമ്മളൊരു വെക്ടറിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു തന്നെ കിട്ടണം, ആ വെക്ടർ തന്നെ കിട്ടണം. ഓക്കെ, ഇതാണ് നമ്മളുടെ, അതായത് ഇത്രയും പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് എഫ്. ഓക്കെ, നമുക്ക് വെക്ടർ സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 കാര്യങ്ങളാണ് വേണ്ടത്. ഫസ്റ്റ് വൺ എ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, സെക്കൻഡ് വൺ എ ഫീൽഡ്, തേർഡ് വൺ എ വെക്ടർ അഡീഷൻ. ആ വെക്ടർ അഡീഷനിൽ വി വിത്ത് പ്ലസ് ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. പിന്നെ ഫോർത്ത് വൺ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒരു 4 പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. ഈ ഒരു ഇങ്ങനെ പ്രോപ്പർട്ടീസൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് വെക്ടർ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് നോട്ട്സ് പറയാം. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ ഫീൽഡ് നമ്മൾ R ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഫീൽഡ് നമ്മൾ R ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? നമ്മളതിനെ റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയും. ഓക്കെ, നമ്മൾ പറയുന്നത് റിയൽ വെക്ടർ സ്പേസ്. അതുപോലെ ഫീൽഡിൽ നമ്മൾ സിയിലെ എലമെൻറ്റ്സ് ആണ്, കോംപ്ലക്സ് നമ്പേഴ്സിലെ എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് പറയും? കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്ന് പറയും. കോംപ്ലക്സ് വെക്ടർ സ്പേസ്. അതുപോലെ ഇനി പറയുന്ന കാര്യങ്ങൾ
ഇവിടെ നമ്മൾ അത് ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്താണ് വെക്ടർ സ്പേസിലെ ഫീൽഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ ഓർ സി മാത്രമാണ്. നമുക്ക് ഫീൽഡായിട്ട് നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് മാത്രമേ നമ്മളുടെ ഇവിടുത്തെ ആവശ്യങ്ങൾ വരുന്നുള്ളൂ. സോ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ റിയൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ റിയൽ വെക്ടർ സ്പേസ് എന്നും, കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ കോംപ്ലക്സ് വെക്ടർ സ്പേസ് എന്നും പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം അത് മനസ്സിലാക്കി വെക്കാം. പ്രൂഫൊന്നും ചോദിക്കാറില്ല സാധാരണ. നമുക്ക് നോക്കാം. വി ഈക്വൽ ടു ആർ. ഞാൻ വെക്ടർ സ്പേസ് സെറ്റ് ഓഫ് ഓൾ റിയൽ വെക്ടേഴ്സ് എടുത്തു. സെറ്റ് ഓഫ് ഓൾ ഇവിടെ ഞാൻ ഫീൽഡ് എടുക്കുന്നതും സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് റിയൽസ് തന്നെയാണ്. സെറ്റ് ഓഫ് ഓൾ റിയൽസ് എടുത്തു. അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം, വെക്ടർ സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വേണം, വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം, അത് സർട്ടൈൻ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം. അതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും സർട്ടൈൻ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത് എഗെയിൻ നമുക്ക് രണ്ട് റിയൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ നമ്പർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ആർ പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അബേലിയൻ ഗ്രൂപ്പാണെന്ന് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ ആ പ്രോപ്പർട്ടി എല്ലാം ഹോൾഡ് ചെയ്യുന്നുണ്ട് അവിടെ തന്നെ. പിന്നെ നമ്മൾ വെക്ടർ അഡീഷൻ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസാണ് നോക്കേണ്ടത്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ സാധാരണ മൾട്ടിപ്ലിക്കേഷനല്ലേ ആവാം. കാരണം ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് വെക്ടേഴ്സും ആറ് തന്നെയാണ്, ഫീൽഡിൽ എലിമെൻറ്റ്സും ആറ് തന്നെയാണ്. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലുള്ള എല്ലാ പ്രോപ്പർട്ടീസുമാണ് അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് പറയാം, നമുക്ക് പറയാം ആർ ഈസ് എ വെക്ടർ സ്പേസ് over the field R. Okay, clear? Okay. ഇനി ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ്. വി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ്. ഇവിടെ ഞാൻ എടുക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു. ഞാനിവിടെ എടുക്കുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ആറാണ്. ഇവിടെ നമുക്ക് രണ്ട് ഫീൽഡ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഫീൽഡ് സി ചൂസ് ചെയ്യാം, ഫീൽഡ് ആർ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വി ഈക്വൽ ടു സി ആൻഡ് എഫ് ഈക്വൽ ടു ആർ എന്ന് എടുത്തു. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്, സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് ഐ വൈ സച്ച് ദാറ്റ് എക്സ് കോമ വൈ ബിലോങ്സ് ടു ആർ. ഇങ്ങനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഇനി വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ആ സർട്ടൈൻ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യം, നമുക്കിവിടെ എങ്ങനെയാണ് വെക്ടർ അഡീഷനും എങ്ങനെയാണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും പറയുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞിടാം. അതായത് നമുക്കിപ്പം വെക്ടർ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, സി ക്രോസ് സിയിൽ നിന്ന് സിയിലോട്ട് അല്ലേ. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, z1 equal to x1 plus iy1 and z2 equal to x2 plus iy2. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ z1 plus z2 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, x1 plus x2 plus i into y1 plus y2. ഇങ്ങനെയാണ് നമ്മളുടെ സം അല്ലേ. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ പറയുമ്പോൾ നമ്മൾ ഇവിടെ ആർ ക്രോസ് സിയിൽ നിന്നുള്ള എലമെൻറ്റ്സ് സിയിലോട്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ആൽഫ ബിലോങ്സ് ടു R and z equal to x plus i y. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ആൽഫ ഇൻറ്റു z ഈക്വൽ ടു ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആണല്ലോ. നമുക്ക് എഴുതുന്നത് ആൽഫ പ്ലസ് ഐ ഇൻറ്റു ആൽഫ ഐ. ഇതാണ് നമ്മളുടെ വെക്ടർ അഡീഷനും ഇതാണ് നമ്മളുടെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സി പ്ലസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അബേലിയൻ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താണ്, വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമുക്കറിയാം അഡീഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അതുപോലെ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണ് വരുന്നത്, 0 പ്ലസ് ഐ 0 ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുന്നത്. പിന്നെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന എലമെൻ്റ് ആണെങ്കിൽ -z ആയിരിക്കും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വരുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ സി പ്ലസ് എന്ന് പറയുന്ന അബേലിയൻ ഗ്രൂപ്പാണ്. ഇനി നമുക്ക് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്യാൻ ഒറ്റയ്ക്ക്. അപ്പോൾ നമുക്കിതിൽ ആൽഫ ഇൻറ്റു z1 പ്ലസ് z2 ഈക്വൽ ടു ആൽഫ z1 പ്ലസ് ആൽഫ z2 ഇങ്ങനെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത്.
ഇത് പ്രൂവ് ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് Z1 Z2 എടുത്തിട്ടുണ്ട്. ആൽഫ ഇൻറ്റു x1 പ്ലസ് IY1 പ്ലസ് x2 പ്ലസ് IY2 ഈക്വൽ ടു ഇവിടെ നമുക്ക് ആൽഫ ഇൻറ്റു x1 പ്ലസ് x2 പ്ലസ് I ഇൻറ്റു y1 പ്ലസ് y2 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ x1 പ്ലസ് ആൽഫ x2 പ്ലസ് I ഇൻറ്റു ആൽഫ y1 പ്ലസ് ആൽഫ y2 എഴുതാമല്ലോ. നമുക്കിതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യാം. ആൽഫ x1 പ്ലസ് I ഇൻറ്റു ആൽഫ y1 പ്ലസ് ആൽഫ x2 പ്ലസ് I ഇൻറ്റു ആൽഫ y2. ഇവിടെ നമുക്കൊക്കെ ആൽഫേനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ ആൽഫേനെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ x1 പ്ലസ് IY1 പ്ലസ് ആൽഫ ഇൻറ്റു x2 പ്ലസ് IY2. നമുക്കിവിടെ എന്ത് കിട്ടും? ആൽഫ ഇൻറ്റു Z1 പ്ലസ് ആൽഫ ഇൻറ്റു Z2. അപ്പോൾ ഇതാണ് നമ്മളുടെ S1 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നതാണ് ആൽഫ ഇൻറ്റു Z1 പ്ലസ് Z2 ഈക്വൽ ടു ആൽഫ Z1 പ്ലസ് ആൽഫ Z2. അതുപോലെ നമുക്ക് ഓരോന്നും ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം സെക്കൻഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? S2 എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു Z ഈക്വൽ ടു ആൽഫ Z പ്ലസ് ബീറ്റ Z എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ആൽഫയും ബീറ്റയും ഒക്കെ ആറിലെ എലമെൻറ്റ്സ് ആണ്. ആൽഫ ബീറ്റ ബിലോങ്സ് ടു ആർ ആൻഡ് Z ബിലോങ്സ് ടു സി ആണ്. നമുക്ക് നോക്കാം. ഇത് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു Z ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് IY. ഓക്കെ, അപ്പോൾ നമുക്കിതിനെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു Y. ഓക്കെ, ഇതിനൊന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് പ്ലസ് I ആൽഫ Y പ്ലസ് I ബീറ്റ Y വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ എക്സ് പ്ലസ് I ആൽഫ Y പ്ലസ് ബീറ്റ എക്സ് പ്ലസ് I ബീറ്റ Y എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് ബീറ്റേനെ ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് IY പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് IY അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആൽഫ Z പ്ലസ് ബീറ്റ Z എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടിയും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് S3 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. S3 എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഏതാണ്? ആൽഫ ഇൻറ്റു ബീറ്റ യു ഈക്വൽ ടു ആൽഫ ബീറ്റ യു ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ യു. ഇതല്ലേ പ്രോപ്പർട്ടി? അപ്പോൾ നമുക്കിവിടെ ആൽഫയും ബീറ്റയും ഒക്കെ എവിടെയുള്ളതാണ്? ആറിലുള്ളതാണ്. യു എന്ന് പറയുന്നത് സെഡിലുള്ള എലമെൻ്റാണ്, സിയിലുള്ള എലമെൻ്റാണ്. ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാനിവിടെ യു തന്നെയാണ് എഴുതിയിരിക്കുന്നത്, സെഡ് ആക്കാൻ ഞാൻ. സെഡ് അല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്? ആൽഫ ബീറ്റ സെഡ് ബീറ്റ ഇൻറ്റു ആൽഫ. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആൽഫ ബീറ്റ ആൽഫ ഇൻറ്റു ബീറ്റ സെഡ്. ഇത് നമുക്ക് ആൽഫ ഇൻറ്റു ബീറ്റ എക്സ് പ്ലസ് I ഇൻറ്റു ബീറ്റ വൈ എന്ന് എഴുതാം അല്ലേ. ഇറ്റ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇങ്ങനെ എഴുതിക്കൂടെ? ബീറ്റ എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ വൈ എന്ന് എഴുതാം. ഓക്കെ, അതായത് നമുക്കിവിടെ ആൽഫ ബീറ്റ, കാരണം ഈ ആൽഫ ഇൻറ്റു ബീറ്റ എക്സ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ എഴുതിക്കൂടെ? ആൽഫ ഇൻറ്റു ബീറ്റ എക്സ് പ്ലസ് I ഇൻറ്റു ആൽഫ ഇൻറ്റു ബീറ്റ. കാരണം ഇത് റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിന് നമുക്ക് അസോസിയേറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അല്ലെങ്കിലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണെന്ന് അറിയാം. ആൽഫയും ബീറ്റയും എക്സും ഒക്കെ എന്താണ്? റിയൽ നമ്പേഴ്സാണ്. സോ ആൽഫ ഇൻറ്റു ബീറ്റ എക്സും ആൽഫ ഇൻറ്റു ബീറ്റ എക്സും ഈക്വൽ ആണ്. സോ അങ്ങനെ എഴുതിക്കൂടെ? അസോസിയേറ്റിവിറ്റിയാണ് ഇവിടെ യൂസ് ചെയ്തത്. നോട്ട് ചെയ്യാൻ നിങ്ങൾ ബീറ്റ വൈ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നമുക്ക് രണ്ടെന്നും ആൽഫ ബീറ്റേനെ നമുക്ക് ഇങ്ങനെ ഔട്ട്സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് IY ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ Z എന്ന് പറയും. അതുപോലെ തന്നെ ഇനി നമുക്കുള്ള പ്രോപ്പർട്ടി ഒന്നും അധികം പറയാനില്ല. അതുപോലെ നമുക്ക് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൽഫ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൽഫ ഇൻറ്റു ബീറ്റ Z ഈക്വൽ ടു ആൽഫ ബീറ്റ Z ഈക്വൽ ടു ബീറ്റ ആൽഫ Z എന്ന് എഴുതാമല്ലോ. എന്നിട്ട് നമുക്കിതിനെ ബീറ്റ, കാരണം ആൽഫ ബീറ്റയും ബീറ്റ ആൽഫയും ബീറ്റയും റിയൽ നമ്പേഴ്സാണ് ബീറ്റ. അപ്പോൾ ആൽഫ ബീറ്റ ഇൻറ്റു ഈക്വൽ ടു ബീറ്റ ആൽഫ ആണ്. കാരണം എന്താ? റിയൽ നമ്പേഴ്സ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവ് ആണ് അല്ലേ. കമ്മ്യൂട്ടേറ്റീവ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ ആൽഫ ബീറ്റ ഇൻറ്റു Z ഈക്വൽ ടു ബീറ്റ ആൽഫ ഇൻറ്റു Z ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ Z എന്ന് എഴുതാം. അത് തൊട്ട് മുമ്പുള്ള പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്തു. ഇനി ഒറ്റ പ്രോപ്പർട്ടിയും കൂടെ നമുക്ക് പറയാനുള്ളൂ. ദാറ്റ് ഈസ് 1 ഇൻറ്റു Z ഈക്വൽ ടു Z. നമുക്ക് അറിയുന്ന കാര്യമാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 തന്നെയാണ്. സോ എന്താണ്? 1 ഇൻറ്റു Z ഈക്വൽ ടു Z ആണ് ഫോർ ഓൾ Z ബിലോങ്സ് ടു C.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? സി സാറ്റിസ്ഫൈസ് ഓൾ ആക്സിയംസ് ഓഫ് വെക്ടർ സ്പേസ് ആൻഡ് ഹെൻസ് സി ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് ആർ. ഓക്കെ, സി ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് ആർ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് സി എന്ന് പറയുന്നത് ഓവർ ദ ഫീൽഡ് ആറിലൊരു വെക്ടർ സ്പേസ് ആണ്. സി എന്ന് പറയുന്നത് ഓവർ ദ ഫീൽഡ് സിയിലും ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. നമ്മൾ ആ റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ റിയൽ നമ്പറും പിന്നെ ഫീൽഡും റിയൽ നമ്പർ അല്ലേ എടുത്തത്, അതേപോലെ തന്നെയാണ് നമ്മൾ കോംപ്ലക്സ് നമ്പർ ഓവർ സി എന്ന് എടുത്താൽ. അതായത് സി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ സി എന്നും പറയാം നമുക്ക്. അതായത് നമ്മൾ എന്താണ് വെക്ടറായിട്ട് സി തന്നെ എടുത്തത്. അപ്പോൾ നമ്മളുടെ ഫീൽഡായിട്ട് നമ്മൾ എന്തെന്നെ എടുക്കുന്നു? സി തന്നെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇവിടുത്തെ നമ്മൾ എലമെൻറ്റ്സ് എടുക്കുമ്പോൾ വെക്ടർ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് Z1 + Z2 = Z ആണ്. Z1 + Z2 എന്നാണ് വരിക. അതെ, സോറി, ഒന്നും ഉദ്ദേശിച്ചില്ല. Z1 + Z2 എന്ന് പറയുന്നത് Z1 Z2 എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് സിയിൽ എടുക്കുകയാണെങ്കിൽ Z1 + Z2 എന്ന് പറയുന്നതും സി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റിയൽ നമ്പേഴ്സിനെ യൂസ് ചെയ്തിട്ടല്ല ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലക്സ് നമ്പർ തന്നെ എടുത്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫീൽഡായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാര്യം, ഇവിടെ ഫീൽഡായിട്ട് എടുക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിലെ എലമെൻറ്റ്സ് തന്നെയാണ്. ആൽഫ ബിലോങ്സ് ടു സി ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്നതും സം ആൽഫ 1 + I ആൽഫ 2 എന്ന് പറയുന്ന ഫോമിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരിക. ആ മൾട്ടിപ്ലിക്കേഷൻ തന്നിരിക്കുന്ന സെർട്ടൈൻ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് പറയാം സി ഓവർ സി എന്ന് പറയുന്നതും എന്തായിരിക്കും? ഒരു വെക്ടർ സ്പേസ് ആണ് എന്ന് പറയാം. ഓക്കെ, അത് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇല്ലതൊന്നും ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് V = Rn ഓഫ് ദ ഫീൽഡ് F = R. Rn എന്ന് പറഞ്ഞിട്ട് R2 ആണല്ലോ എഴുതിയത്. Rn. ഓക്കെ, V = Rn and F = R. ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ്, ഇതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ n ടപ്പിൾസ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് Rn ഡിഫൈൻ ചെയ്യുന്നത്? Rn = സെറ്റ് ഓഫ് ഓൾ x such that set of all x = x1, x2, etc. up to xn such that x1, x2, etc. up to xn in R. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ഒന്ന് ജസ്റ്റ് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ് Rnൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ n ടപ്പിൾസിൻ്റെ അഡീഷനാണ് പറയുന്നത്. നമ്മളെങ്ങനെയാണ് അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ആൽഫ എന്ന് പറയുന്നൊരു സ്കെലാർ ഞാൻ ആറിലെടുത്തു, കാരണം ഫീൽഡ് ആറാണ്. അതുകൊണ്ട് ഞാൻ x + y എങ്ങനെയാണ് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ y എന്ന് പറയുന്ന എലമെൻറ്റ് ആദ്യം ഞാൻ XY ഒന്ന് എഴുതിയേക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷനായി പോവും. x എന്ന് പറയുന്നത് എന്താ? x1, x2, etc. up to xn belongs to R. അതുപോലെ തന്നെ y = y1, y2, etc. up to yn belongs to R. ഇനി x + y എങ്ങനെയാണ് എഴുതുന്നത്? x + y = എങ്ങനെയാണ്? നമ്മൾ പിന്നെ ഏതാണോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ അത് നമ്മൾ ആഡ് ചെയ്തിട്ട് എഴുതുന്നു അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സം എങ്ങനെ എഴുതാം? x1 + y1, x2 + y2, etc. up to xn + y. ഓക്കെ, സ്കെലാർ മൾട്ടിപ്ലിക്കേഷനോ ആൽഫ × x = ആൽഫ × x1, x2, etc. up to xn അല്ലേ. ദിസ് ഈക്വൽ ടു ആൽഫ x1, ആൽഫ x2, etc. up to ആൽഫ xn. ദിസ് ഈസ് ദ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക ഇവിടെ വെക്ടർ അഡീഷനിൽ എല്ലാ പ്രോപ്പർട്ടീസും തന്നിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനിൽ തന്നിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കിട്ടും, ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടും. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നമുക്ക് പറയാം Rn ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് R. അതുപോലെ തന്നെ നമുക്ക് Cn പറയാം. Cn ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് R എന്ന് പറയാം. Cn ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് C എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറില്ല സാധാരണ, അതുകൊണ്ടാണ് പ്രൂഫ് സ്കിപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് പരിചയമുള്ളൊരു കാര്യം തന്നെയാണ്.
അപ്പോൾ പരിചയമുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നാലാമത്തതായിട്ട് സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് നമ്മളിങ്ങനെ പറയാം, സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ സച്ച് ദാറ്റ് എഫ് ഈസ് കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ കണ്ടിന്യൂസ് ഫങ്ഷൻസിന് നമ്മൾ എങ്ങനെയാണ് ഇവിടെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ഡിഫൈൻ ചെയ്യുന്നത്? സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും വെക്ടർ അഡീഷനും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതിൻ്റെ രണ്ട് എലമെൻറ്റ്സ് എടുക്കാം. എഫ് ജി ബിലോങ്സ് ടു സി ഓവർ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡിഫൈൻ? അതുപോലെ തന്നെ നമ്മൾ ഫീൽഡ് ചൂസ് ചെയ്യുന്നത് ആർ ആണ്. ഫീൽഡ് ഈക്വൽ ടു ആർ. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സിൽ തന്നെയല്ലേ പറയുന്നത്. അപ്പോൾ ഫീൽഡ് എഫ് ഈക്വൽ ടു ആർ എന്ന് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ആൽഫ ബിലോങ്സ് ടു ഒരു ആറിൽ എലമെൻറ്റ് എടുത്തു. ഇനി സ്കെലാർ വെക്ടർ അഡീഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദറ്റ് ഈസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. ഇങ്ങനെയാണ് നമ്മളുടെ വെക്ടർ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം? സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ്. നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവിടെ നമ്മളുടെ സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് പറയുന്ന വെക്ടേഴ്സിൻ്റെ സെറ്റ് വിത്ത് അഡീഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു അഡീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അബേലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഇവിടുത്തെ നമ്മൾ ഈ ഫംഗ്ഷൻ സെറ്റ് ഇത് റിയൽ നമ്പറാണ്, ഇത് റിയൽ നമ്പറാണ്. സോ അത് കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ അസോസിയേറ്റീവ് വരും. അതുപോലെ നമുക്ക് എന്ത് പറയാം? ഇതിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണ് വരുന്നത്? സീറോ ഫംഗ്ഷനാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് വരുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി ഓഫ് എ ബിയിലെ എലമെൻ്റ് ആണെങ്കിൽ അഡിറ്റീവ് ഇൻവേഴ്സ് വരുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് എന്താ? ഇതിങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. എഫ് ബിലോങ്സ് ടു സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ഇതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എഫ് ബിലോങ്സ് ടു സി ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അതുപോലെ ഇനി പറയുന്നത് സ്കെലാർ മൾട്ടിപ്ലിക്കേഷനെയും എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഇനി നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 വെക്ടർ സ്പേസും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അത് ജസ്റ്റ് പരിചയപ്പെട്ടിരിക്കുക. കാരണം നമ്മൾ ഇനി അങ്ങോട്ടേക്കുള്ള എക്സാമ്പിൾസ് ഒക്കെ ഇതിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതും കൂടെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വൺ ആർ എൻ ഓഫ് എക്സ്. ആർ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വെക്ടർ സ്പേസ് ആണ്. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് whose degree less than or equal to n. അതായത് വിത്ത് റിയൽ കോഎഫിഷ്യൻസ്. ഓക്കെ, അതായത് ആർ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. പക്ഷേ പോളിനോമിയൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ആർ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. എന്നോ അതിൽ കുറവോ ആയിട്ടുള്ള ഡിഗ്രി എന്നോ അതിൽ കുറവോ ആയിട്ടുള്ള എല്ലാ പോളിനോമിയൽസിൻ്റെ കളക്ഷനുമാണ് നമ്മുടെ ആർ എൻ ഓഫ് എക്സിൽ വരുന്നത്. ആർ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കോഎഫിഷ്യൻസ്, അതായത് പോളിനോമിയൽസിൻ്റെ കോഎഫിഷ്യൻസ് നമ്മൾ എവിടെ വരും? റിയൽ നമ്പേഴ്സിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഒരു എലമെൻറ്റിനെ നമ്മളപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആർ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇങ്ങനെ എഴുതാം. ആർ എൻ ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പി ഓഫ് എക്സ്. പി ഓഫ് എക്സിൻ്റെ ഫോം ഇങ്ങനെയാണ്: എ നോട്ട് പ്ലസ് a1x plus etc. up to an(x power n) such that a0, a1, etc. up to an എന്ന് പറയുന്നത് ആറിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഈ an എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവണമെന്നില്ല. അതായത് നമുക്ക് ഒന്നുകിൽ എക്സ് പവർ എന്നിലുള്ളതാവാം, അല്ലെങ്കിൽ എക്സ് പവർ n-1ലുള്ള പോളിനോമിയൽ ആവാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇവിടുത്തെ വെക്ടർ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 എലമെൻറ്റ്സിൻ്റെ അഡീഷനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് 2 പോളിനോമിയൽസിൻ്റെ അഡീഷൻ. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ, അതുപോലെ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആർ എൻ ഓഫ് എക്സിൽ എടുക്കാം. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ആർ ആണ്. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ഒരു ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പി ഓഫ് എക്സ് എങ്ങനെ എഴുതാമെന്ന് പറയാം. പി ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എഴുതുന്നത് a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു an(x പവർ n)
and q of x equal to b0 plus b1x plus etc. up to bn x power n. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ p of x plus q of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? p of x plus q of x equal to ഇറ്റ്സ് അഗൈൻ എ പോളിനോമിയൽ. പോളിനോമിയലിൻ്റെ അഡീഷൻ തന്നെ, വേറെ ഒന്നുമില്ല. a0 plus b0 plus a0 plus b0 plus a1 plus b1 into x plus a2 plus b2 into x square plus etc. up to an plus bn x power n. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻ ചെയ്യാം? ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എ നോട്ട് പ്ലസ് ആൽഫ എ വൺ എക്സ് പ്ലസ് എക്സെട്ര അപ് ടു ആൽഫ എ എൻ എക്സ് പവർ എൻ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പോളിനോമിയൽസ്, അതായത് സെറ്റ് ഓഫ് ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് അഡീഷനിൽ ഒരു അബീലിയൻ ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം പോളിനോമിയൽസ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏതാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? സീറോ പോളിനോമിയൽ അല്ലേ. അപ്പോൾ നമുക്കതിനെ സീറോ ഓഫ് എക്സ് എന്ന് എഴുതാം. ദറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ബൈ 0 plus 0 into x plus 0 into x square plus etc. up to 0 into x raised to n എന്ന് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഓഫ് ദാറ്റ് പോളിനോമിയൽ ആയിരിക്കും അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആണെങ്കിൽ മൈനസ് പി ഓഫ് എക്സ് ആയിരിക്കും അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് വിത്ത് അഡീഷൻ ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പറയാം ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണ് ഓവർ ദ ഫീൽഡ് ആർ. ഓക്കെ, ആർ എൻ ഓഫ് എക്സ് ഇസ് എ വെക്ടർ സ്പേസ് ഓവർ ദ ഫീൽഡ് ആർ. ഓക്കെ, നമ്മളിനി പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ഈക്വൽ ടു എന്നെടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. നമ്മൾ തൊട്ട് മുമ്പുള്ള എക്സാമ്പിൾ പറഞ്ഞത് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഹൂസ് ഡിഗ്രി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്നാണ്. സോ നമുക്കിവിടെ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ഈക്വൽ ടു എൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു വെക്ടർ സ്പേസ് ആകുമോ ഇല്ലയോ? വെക്ടർ സ്പേസ് ആവാനുള്ള പ്രോപ്പർട്ടീസിൽ ഏതിനെങ്കിലും ഒന്നിന് പ്രശ്നം വരുമോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് വെക്ടർ അഡീഷനിൽ തന്നെ പറയുമ്പോൾ ഇവിടെ നമ്മൾ പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞാൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആവും അല്ലേ. നമുക്ക് n ഡിഗ്രിയുള്ള പോളിനോമിയൽസ് എടുത്തു കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ അത് അസോസിയേറ്റീവ് ആണ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുമോ? അതായത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ദർ എക്സിസ്റ്റ് എ 0 belongs to V such that u plus 0 equal to u for every u belongs to V. അതായത് എവിടെ ഉണ്ടാവണം? വെക്ടർ സ്പേസിൽ, അതായത് നമ്മൾ എടുക്കുന്ന സെറ്റ് ഓഫ് വെക്ടേഴ്സിൽ ആരുണ്ടാവണം? ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ എക്സിസ്റ്റൻസ് വേണം എന്നല്ലേ പറയണേ. ഇപ്പോൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി n ആണ് നമ്മളുടെ V എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സീറോ പോളിനോമിയൽ ഇതിലുണ്ടോ? ഇതിലെന്തേ ഉള്ളൂ? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ഈക്വൽ ടു n ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്തില്ല? പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി 0 ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? അവിടെ ഒരു കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ആയിട്ടുള്ള 0 പോളിനോമിയൽ ഇല്ല. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ ഈ ഒരു കളക്ഷനിൽ നമുക്ക് എന്ത് പറയാം? അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഇല്ല. അഡിറ്റീവ് ഐഡൻറ്റിറ്റി ഡസ് നോട്ട് ബിലോങ്സ് ടു V. Therefore this collection V is not a vector space. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഒരുപാട് വെക്ടർ സ്പേസസ് ഉണ്ട്, ഇഷ്ടംപോലെ വെക്ടർ സ്പേസസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ വെക്ടർ സ്പേസസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മെട്രിക്സിൻ്റെ വെക്ടർ സ്പേസ്. അതും കൂടി ഒന്ന് പറയാം. മെട്രിക്സ് ഏതാണ്? മെട്രിക്സിൻ്റെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് ഓഫ് n by n ഒക്കെ എടുക്കാം. ഓക്കെ, സച്ച് ദാറ്റ് ഇതിലെ എലമെൻറ്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് ഓഫ് ദ ഫീൽഡ് ആർ. ഓക്കെ, ദെൻ നമുക്ക് ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്താ വെച്ചാൽ ഒരു m by n മെട്രിക്സിൻ്റെ അഡീഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ തന്നെ ആൽഫ ഇൻറ്റു എന്ന് പറയുന്നതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും നമുക്ക് പറ്റുമല്ലോ. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണല്ലോ. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ സ്പേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഹോൾഡ് ചെയ്യും. സോ നമുക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ കളക്ഷൻ ഓഫ് ഓൾ മെട്രിക്സസ് ഓഫ് ഓർഡർ m by n or n by n ഈസ് എ വെക്ടർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഒരുപാട് വെക്ടർ സ്പേസസ് ഉണ്ട്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ലെങ്തി വീഡിയോ ആണ്, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടുപോയാൽ മതി, മനസ്സിലാക്കി വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസ് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.